മുന്നണികൾക്ക് സ്ഥാനാർത്ഥി നിർണയം പൊല്ലാപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മത്സരിക്കുന്നവരുടെ എണ്ണം വർഷം തോറും കുതിച്ചുയരുകയാണ്. ആദ്യ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 4 ഇരട്ടി വർധനവാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ പരമാവധി 3 മുതൽ 5 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന കാലം മാറി. PRS ലെജിസ്ലേറ്റീവ് റിസർച്ചിന്റെ കണക്ക് പ്രകാരം അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് ശരാശരി 14ലേറെ സ്ഥാനാർത്ഥികളാണ്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 1874 സ്ഥാനാർത്ഥികൾ മത്സരിച്ചുവെങ്കിൽ 2019 839 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനവ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് തെലങ്കാനയിലാണ്. നിസാമാബാദ് മണ്ഡലത്തിൽ മാത്രം 185 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. രണ്ടാം സ്ഥാനം കർണാടകയിലെ ബെളഗാവിയിലാണ്. തെലങ്കാനയ്ക്ക് ശേഷം ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ മത്സരിച്ച 3-ൽ 2 പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. BJPയും കോൺഗ്രസും യഥാസമയം 435 സീറ്റിലും 420 സീറ്റുകളിലും മത്സരിച്ചു. ഏറ്റവുമധികം സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ 3-ാം സ്ഥാനം BSPക്കാണ്. രാജ്യത്തെ ഏറ്റവും വലിയ 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവുമധികം ദേശീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുണ്ടായത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.